ഹായ്, വീണ്ടും ഞാൻ. സോ ഇന്ന് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടോ ഇൻസ്പിറേഷന് വേണ്ടിയിട്ടോ അല്ലെ എങ്ങനെ പഠിക്കാം എന്നറിയാൻ വേണ്ടിയിട്ടാണോ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളിത് കാണണ്ട. ഇന്നൊരു സാഡാണ്. ഇന്നൊരു നീറ്റ് പി ജി ഇൻസെറ്റ് നമ്മുടെ ഒരു പി ജി ആസ്പിരൻറ്റിൻ്റെ ഒരു സാഡ് ഡേ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ 4 ദിവസമായി 3 ടെസ്റ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. 4 കഴിഞ്ഞ 5 ദിവസമായി നിർത്താതെ 3 ടെസ്റ്റുകൾക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യായിരുന്നു. ഓർത്തോപെഡിക്സ്, റേഡിയോളജി ആൻഡ് സർജറി. ആൻഡ് അത്യാവശ്യം ഞാൻ വിചാരിച്ചത്ര പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എൻ്റെ ലിമിറ്റ് പുഷ് ചെയ്തിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 ടെസ്റ്റ് ഞാൻ കൊടുത്തു. 3 ടെസ്റ്റിൻ്റെ റിസൾട്ട് ഞാൻ നല്ല ഹാപ്പിയാണ്. എൻ്റെ റിസൾട്ടിൻ്റെ പ്രോഗ്രസ് കണ്ടിട്ട് ഓക്കെ, ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാൻ എല്ലാ ദിവസവും പറ്റുമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ആ 3 ടെസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഇന്ന് നടക്കാൻ പോകുന്ന ഈ 3ൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു മെഗാ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. BTR എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ ടെസ്റ്റ്. നീറ്റ് PG ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്കത് എന്താണെന്ന് ഓൾറെഡി അറിയാം. ഇനി നീറ്റ് UG അല്ല വേറെ ഏതെങ്കിലും ആസ്പിരൻ്റ് ആണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ അറിഞ്ഞിട്ട് വലിയ കാര്യമില്ല. കാരണം നിങ്ങളൊക്കെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നീറ്റ് UGയിൽ ഒരു കുട്ടി PGയിൽ എത്തുമ്പോഴേക്കും ഈ ഒരു BTR ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ എക്സാമേ ഉണ്ടാവില്ല, അറിയില്ല. സോ കംപ്ലീറ്റ്ലി ഞാൻ ബേൺ ഔട്ട് ആയിരിക്കും. ഇപ്പം ഏകദേശം 11 മണിയായി. യൂഷ്വലി നമ്മൾ കട്ടക്ക് പോകുന്ന ഒരു ആസ്പിരൻറ്റ് രാവിലെ 6 മണിക്കൊക്കെ എണീച്ച് ഒരു 5 മണിക്കൂർ കണ്ടിന്യൂസ്ലി പഠിച്ച് പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം തന്നെ ആലോചിക്കൂ. പക്ഷെ ഞാൻ ഈയിടെ 8 മണിക്ക് എണീക്കാറ്. പക്ഷെ എന്തായാലും എന്തൊക്കെ പറയാം, 8 മണിക്ക് എണീച്ചാലും ഞാനൊരു 1 മണിക്കൊക്കെ ഉറങ്ങാറ്. സോ ഇറ്റ്സ് ഫൈൻ. ഞാൻ വിചാരിക്കുന്ന രീതിയിൽ പഠിക്കലുണ്ട്. സോ ഇപ്പോൾ ഓൾറെഡി 11 മണിയായി. ഞാൻ ഈ ടെസ്റ്റ് 2 മണിക്കാണ് കൊടുക്കാൻ വിചാരിച്ചത്. 2 മണിക്ക് കൊടുക്കുന്നതിന് മുന്നേ ഇത്രയൊക്കെ കാര്യങ്ങൾ റിവൈസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എല്ലാം നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ സന്ധ്യ മുതൽ ഭയങ്കര ഡള്ള, ഒന്നിനും വയ്യ. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമല്ല, എന്തോ ഇതിന് ചിലപ്പോൾ ബേൺ ഔട്ട് എന്ന് പറയുമായിരിക്കും. കണ്ടിന്യൂസ്ലി ഒരു 5-6 ദിവസം ഒരു പെർട്ടിക്കുലർ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ ഏതൊരു ആസ്പിരൻറ്റും ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബേൺ ഔട്ട്. ഞാൻ ഈ ബേൺ ഔട്ട് കാരണം ഗിവ് അപ്പ് ചെയ്യണോ? ഒരു പാർട്ടിൽ ഞാൻ ഗിവ് അപ്പ് ചെയ്യാണ്. ഞാൻ എൻ്റെ റിവിഷൻ്റെ ഗിവ് അപ്പ് ചെയ്യാണ്. ബട്ട് ഞാൻ എന്തായാലും എൻ്റെ ടെസ്റ്റ് ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കും. കാരണം എനിക്കിപ്പം നീറ്റ് PGയിൽ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല റാങ്ക് ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് റാങ്ക് ഐ ക്യാൻ എവർ ഹാവ്. എനിക്ക് എൻ്റെ വിചാരിച്ച സീറ്റ് കിട്ടും ഈ നീറ്റ് PGക്ക്. പക്ഷെ ഞാൻ ഒരിക്കലും നീറ്റ് PGയിലൂടെ അല്ല, ഇനിസെറ്റ് എന്ന് പറയുന്ന എക്സാമിലൂടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PG ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അപ്പം ഞാൻ പറഞ്ഞത് എന്തായാലും ഞാൻ നീറ്റിന് സീറ്റ് എടുക്കുന്നില്ല, നല്ല റാങ്കൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ സീറ്റ് എടുക്കുന്നില്ല, ഒരു ഇനിസെറ്റിലൂടെ പോകാമെന്ന് പറഞ്ഞുതരാം. എൻ്റെ മെൻറ്റേഴ്സും എൻ്റെ ഫ്രണ്ട്സും എന്നോട് വാൺ ചെയ്ത കാര്യമാണ്, വൈഷ്ണവി നീ വിചാരിക്കുന്ന പോലെയല്ല, പ്രിപ്പറേഷൻ ഫേസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, നീ ആ പ്രശ്നങ്ങളൊന്നും അധികം അഭിമുഖീകരിക്കാണ്ട് ഫേസ് ചെയ്യാണ്ടാണ് ഈ ഒരു നല്ല റാങ്ക് വാങ്ങിയിട്ടുള്ളത്. സോ കിട്ടുന്ന സീറ്റ് എടുത്തിട്ട് പോയിക്കോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ വാശി ചെയ്യില്ലല്ലോ, ഇതിൽ സീറ്റ് വേണ്ട, കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇതിൽ സീറ്റ് വേണ്ട, ഞാൻ എന്തായാലും ഇൻസെറ്റ് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കോർ പ്രിപ്പറേഷൻ്റെ ഒരു 1 വീക്കിനുള്ളിൽ ഞാൻ നന്നായിട്ട് ബേൺ ഔട്ടായി. ഞാനിപ്പോൾ പിന്നെ ആലോചിക്കുന്നത് നീറ്റ് തന്നെ സീറ്റ് എടുത്താലോ, അല്ലെങ്കിൽ ഈ നവംബർ വരുന്ന ഇനിസെറ്റ് വരെ എനിക്കിങ്ങനെ കണ്ടിന്യൂസ്ലി പഠിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യില്ല. ഇപ്പം ഇൻ കേസ് നല്ല റാങ്ക് എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സ്ട്രാറ്റജി ചോദിച്ചു വന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ എന്ത് വെച്ചിട്ടാണ് പഠിച്ചതെന്നൊക്കെ. അറ്റ്ലീസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാൻ പറയും, ഞാനൊരു ടെസ്റ്റ് ആൻഡ് ഡിസ്കഷനിൽ ജോയിൻ ചെയ്തിരുന്നു, ഞാൻ അത് മുടങ്ങാതെ ചെയ്തിരുന്നു എന്ന് എനിക്ക് പറയണം. അത് വൺ ഓഫ് മൈ മോട്ടിവേഷൻ. പിന്നെ ചിലപ്പം ഈ ഒരു ടെസ്റ്റിന് ഒരു ബാഡ് ആയിട്ട് പെർഫോം ചെയ്തത് ഓഫ് കോഴ്സ് ബാഡ് ആയിരിക്കും, കാരണം റിവിഷൻ ഇല്ലാതെ ടെസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമില്ല. ഇപ്പം എനിക്ക് ആകെ ഉള്ളത് എൻ്റെ പ്രീവിയസ് നോളജും ഒരു ചെറിയ കുഞ്ഞു MCQs ഒക്കെ ചെയ്തൊരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. റിവിഷൻ ചെയ്യാൻ നല്ല ടൈം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് എൻ്റെ ബേൺ ഔട്ട് കാരണം ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഈ എക്സാം എഴുതാൻ പോവാണ്. ഈ എക്സാമിന് അത്യാവശ്യം റാങ്ക് മോശമായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു ഗിൽട്ട് ഉണ്ടായിട്ട് ആ ഫയർ ഇപ്പം ബേൺ ഔട്ട് കാരണം കെട്ടുപോയി എന്ന് വിചാരിക്കുന്ന ആ ഫയർ പിന്നെയും കയറി വന്ന് എൻ്റെ ഒരു അടുത്ത ഒരാഴ്ച ഫുള്ള് പിന്നെയും പഠിക്കാനുള്ള ഒരു ഫ്യൂൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറൊരു കാര്യം, എനിക്ക് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഇത് ഇംഗ്ലീഷിൽ പറയണം, ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ എന്ന്. പക്ഷെ ഞാൻ കൂടുതലും മലയാളത്തിൽ ചെയ്യാനാണ് എനിക്ക് കംഫർട്ടബിൾ. പിന്നെ മലയാളികൾക്കും ഇങ്ങനത്തെ വീഡിയോസ് മലയാളത്തിൽ റിലീസായത് യൂട്യൂബിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിക്കോട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മലയാളത്തിൽ ചെയ്തത്. ഇനി ഇംഗ്ലീഷിലാണ് വേണ്ടതെങ്കിൽ, അങ്ങനെയല്ല മലയാളത്തിൽ തന്നെ മതിയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ഇടണം. ലൈക്ക് ഇട്ട് എനിക്ക് മനസ്സിലാവും ഓക്കെ മലയാളികൾക്ക് മലയാളത്തിൽ വേണം, കാരണം ഈ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഒരുപാട് ലൈക്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇത് മലയാളത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ഇംഗ്ലീഷിലായിരിക്കും. നോക്കാം നമുക്ക്. സോ ഇന്നൊരു സാഡ് ഡേ വ്ളോഗാണ്. ഒരു ബേൺ ഔട്ട് ആയിട്ടുള്ള ഒരു എക്സാം ആസ്പിരൻ്റ് വ്ളോഗാണ്. ആൻഡ് റിവിഷൻ ഇല്ലെങ്കിലും മോട്ടിവേഷൻ തപ്പി പിടിച്ച് ഒരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ടെസ്റ്റ് കൊടുക്കും. ഇന്നത്തെ ടെസ്റ്റിൻ്റെ റിസൾട്ടും വരും. ടെസ്റ്റിൽ കഴിഞ്ഞ ഒരു അടിപൊളി ഡിസ്കഷൻ ഉണ്ട്. ആ ഡിസ്കഷനും ഞാൻ കേട്ട് എവിടെയൊക്കെ ഇമ്പ്രൂവ് ആവണം ഡിസ്കഷനിൽ പറയും. നമുക്ക് കുറേ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാം വന്ന് പറയും, ഫാക്കൽറ്റി വന്ന് പറയും, വിഷമിക്കണ്ട, ഇതൊക്കെ തുടക്കമല്ലേ, നമുക്ക് എന്നെ ഒടിച്ച് പിടിക്കാം, അങ്ങനെയൊക്കെ മോട്ടിവേഷൻ കിട്ടുമായിരിക്കും. ഓക്കെ, ഞാൻ കാണാം.
ഓൾറെഡി 5 മിനിറ്റ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചു. സോ എൻ്റെ ടെസ്റ്റ് റിസൾട്ടും കൂടി കാണിച്ചിട്ട് ഈ വീഡിയോ ഞാൻ ലോങ് ആക്കുന്നില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ എൻ്റെ ടെസ്റ്റിനെ പറ്റി ഞാൻ പറയാം. സോ എല്ലാവരും അതുകൂടി കാണും. അതും കൂടി കണ്ടിട്ട് എനിക്ക് ഫയർ വരുന്നുണ്ടോ എന്ന് നോക്കൂ. ഫയർ വരുന്നുണ്ടോ? വരണം.